സി വി സജിൻ, അതിനു മുമ്പ് എനിക്ക് താങ്കളോടൊരു ചോദ്യമുണ്ട്. ഈ കരാർ കമ്പനിയുമായി ബന്ധപ്പെട്ട് കരാർ കമ്പനിയെ നിലവിൽ ഈ കോടതിയിലടക്കം പറഞ്ഞപ്പോൾ ഇത് ഈ പദപ്രയോഗത്തിലടക്കം ഡീബാർ ചെയ്തോ വിലക്കേർപ്പെടുത്തിയോ അത് അങ്ങനെ എന്തോ പദപ്രയോഗത്തിൻ്റെ പ്രശ്നമുണ്ട്. ഇവരെ വിലക്കി എന്ന് കൃത്യമായി പറയാൻ പോലും കഴിയാത്തൊരു സാഹചര്യം ഈ NHAIക്ക് കേന്ദ്രത്തിന് കോടതിയിൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, അങ്ങനെയല്ലല്ലോ. അത് ബഹുമാനായ മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിജി അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ കമ്പനികളെ ഡീബാർ ചെയ്ത കാര്യവും അത് ബന്ധപ്പെട്ട രണ്ട് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത കാര്യവും അതിൽ കൃത്യമായ റിപ്പോർട്ടുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൃത്യമായ അന്വേഷണം നടക്കുമെന്നുള്ള കാര്യം അദ്ദേഹം അത് കൃത്യമായി പറഞ്ഞല്ലോ. അദ്ദേഹം ചങ്കൂറ്റത്തോടെ ആ ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുത്തല്ലോ. അതാണ് അന്തസ്സ്. അതായത് ഈ നാഷണൽ ഹൈവേ കാര്യത്തിൽ അതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം നാഷണൽ ഹൈവേക്ക് മാത്രമല്ല. ഈ നാഷണൽ ഹൈവേ പണിയുന്നത് കേരള സംസ്ഥാനത്തിലൂടെയാണല്ലോ. ഈ സ്ഥലം ഏറ്റെടുത്ത് സംസ്ഥാനത്തിലൂടെ റോൾ എന്താണ്? കരാർ കമ്പനി എങ്ങനെയാണ് ഇവിടെ? അല്ല, അതിനെങ്ങനെയാണ് സംസ്ഥാന സർക്കാരിന്റെ ജോലി വരുന്നത്? NHAIക്ക് തന്നെയാണ്. NHAIയുടെ 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത് എന്തിനാണ്? കരാർ കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തിയത് സംസ്ഥാന സർക്കാരാണോ? കരിമ്പട്ടികയിൽപ്പെടുത്തിയത് കേന്ദ്ര സർക്കാരല്ലേ? അവിടെ എവിടെയാണ് സംസ്ഥാന സർക്കാരിന്റെ റോള്? അല്ല, അങ്ങനെ എന്തെങ്കിലും അപാകതകൾ വന്നിട്ടുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ തീർച്ചയായിട്ടും അത് അന്വേഷിക്കുകയും നടപടി സ്വീകരിക്കുകയും ഇവിടെ നാഷണൽ ഹൈവേ മുൻപോട്ട് ചെയ്യുക തന്നെ ചെയ്യും. DPRന്റെ കാര്യത്തിൽ ഇവിടെ സംസ്ഥാന സർക്കാർ കൃത്യമായിട്ട് ഇടപെട്ടിട്ടുണ്ട് ചില കാര്യങ്ങൾ. പക്ഷെ അത് ഒരു ശരിയായ രീതിയിലായിരുന്നില്ല. ഉദാഹരണം പറയാം, ഇവിടെ നമ്മുടെ ജയ്ക്ക് പറഞ്ഞല്ലോ, കീഴാറ്റൂരിലെ വയൽക്കിളിയെ കുറിച്ച് പറഞ്ഞല്ലോ. അവിടെ ഈ തളിപ്പറമ്പിൽ ഇപ്പൊ സംഭവിച്ചത് അതൊക്കെ കൊണ്ട് തന്നെയാണ്. തളിപ്പറമ്പിൽ DPR 1 ഉണ്ടായിരുന്നു, അത് നടന്നില്ല. DPR 2 ഉണ്ടായിരുന്നു, അത് നടന്നില്ല. ഈ DPR 3യിലാണ് ഈ കീഴാറ്റൂർ വയലിലൂടെ പോയി ആ മലയുടെ മുകളിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് വന്നത്. പക്ഷെ DPR 4 വെച്ചിരുന്നു, അതെന്തുകൊണ്ട് നടപ്പാക്കിയില്ല? DPR 4 മലയുടെ ഇടയിലൂടെ പോയി അതൊരു നദിക്ക് ഒരു പാലം വിട്ടുകൊണ്ട് മുൻപോട്ട് പോകുമായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നില്ലല്ലോ. ഇതാരാണ് ചെയ്യേണ്ടത്? അവിടെ വയഡക്ട്, താങ്കൾ ഉദ്ദേശിച്ച പാലം എന്ന് പറഞ്ഞ വയഡക്റ്റ് ആണ്. ആ വയഡക്റ്റ് കെട്ടേണ്ടത് ആരാണ് കെട്ടേണ്ടിയിരുന്നത്? ആരാണ് നിർദ്ദേശം കൊടുക്കേണ്ടിയിരുന്നത്? അല്ല, ആ കാര്യത്തിൽ ഈ സംസ്ഥാന സർക്കാരിന്റെ വലിയൊരു സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ പറയട്ടെ, ഈ കേരള സംസ്ഥാനത്തിലൂടെ ഇതുപോലെ ഒരു ഹൈവേ കടന്നു പോകുമ്പോൾ താങ്കൾ പറഞ്ഞത് സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ പറഞ്ഞോ വയഡക്റ്റ് കെട്ടേണ്ടത്? സംസ്ഥാന സർക്കാർ പറഞ്ഞോ ഇവിടെ ഇങ്ങനെ പോയാൽ മതി? കാര്യങ്ങൾ അല്ല, യെസ്, അതുകൊണ്ടാണല്ലോ. അല്ല, അത് അന്വേഷിക്കട്ടെ, എന്തുകൊണ്ടാണ് ആ DPR നടപ്പിലാക്കപ്പെടാതിരുന്നതെന്ന് അന്വേഷിക്കട്ടെ. അതുപോലെ തന്നെയാണല്ലോ തിരുവനന്തപുരത്ത് ഇപ്പൊ വന്നിട്ടുണ്ടല്ലോ, KNR നിശ്ചയിച്ച ആ കഴക്കൂട്ടം കാരോട് ആ റോഡില് ഇഞ്ചക്കൽ ജംഗ്ഷനിൽ ഒരു വെഹിക്കിൾ അണ്ടർപാസ് ആയിരുന്നു NHA പറഞ്ഞിരുന്നത്. പക്ഷേ അത് മന്ത്രിയുടെയൊക്കെ നിർബന്ധം കൊണ്ട് തന്നെയാണല്ലോ അവിടെ വേറൊരു സിഗ്നൽ ജംഗ്ഷനാക്കി മാറ്റിയത്. അപ്പൊ ഇത്തരം പലയിടത്തും നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ഈ സിൽവർ ലൈൻ നിങ്ങൾ അന്വേഷിക്കൂ ഏത് മന്ത്രിയാണെന്ന്. ഈ സിൽവർ ലൈൻ വന്ന സമയത്തും ഇത്തരത്തിലുള്ള വലിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഈ ചിലരുടെ വീടുകൾ, ചിലരുടെയൊക്കെ പ്രോപ്പർട്ടികളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ അവിടെ DPR മാറ്റിയെന്ന് സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് സമരം ചെയ്ത കാലത്ത് സമരാർത്ഥികൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ചില ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. NHന്റെ കാര്യത്തിൽ അപാകതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറുന്നില്ല. പക്ഷെ അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വത്തിൽ, സംസ്ഥാന സർക്കാരിനും അതിൽ വലിയൊരു റോളുണ്ട്. അവിടെ പോയിട്ട് റീൽ എടുക്കുക മാത്രമായിരുന്നില്ല ചെയ്യേണ്ടത്. ഇത്തരം കാര്യങ്ങൾ വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുക തന്നെ. സജിനി പറഞ്ഞത് ഉപദേശം സംസ്ഥാന സർക്കാർ അല്ല, താങ്കൾ പറഞ്ഞ കാര്യം മനസ്സിലായി. അതായത് മുഹമ്മദ് റിയാസ് റീൽ എടുക്കുകയായിരുന്നില്ല വേണ്ടിയിരുന്ന NHAയെ ഉപദേശിക്കണമായിരുന്നു, അവിടെ അങ്ങനെ വയഡക്റ്റ് കെട്ടണമായിരുന്നു എന്നൊക്കെ മുഹമ്മദ് റിയാസ് പോയി പറയണമായിരുന്നു എന്നാണ് ഇപ്പോൾ സജിനി പറഞ്ഞത്. ജയ്ക്ക് ബഹുമാനിയായ BJP നേതാവ് മനസ്സിലാക്കേണ്ടത് പറയുന്നുണ്ടായിരുന്നല്ലോ, 100 കണക്കിന് മീറ്റിംഗ് നടത്തി എന്ന് പറഞ്ഞല്ലോ. 100 കണക്കിന് മീറ്റിംഗിൽ എന്താണ് പറഞ്ഞത്? 100 കണക്കിന് മീറ്റിംഗിൽ എന്താണ് പറഞ്ഞത്? തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിനും ചില നിർദ്ദേശങ്ങളും സജഷൻസും ഒക്കെ മുൻപോട്ട് വെക്കണമല്ലോ. അത് വെക്കാമായിരുന്നല്ലോ. തങ്ങളുടെ സംസ്ഥാനത്തൂടെയല്ലേ, തങ്ങളുടെ ജനങ്ങൾക്ക് അനുഭവിക്കാനുള്ള റോഡിലെ ആ കാര്യത്തിൽ നിന്ന് യാതൊരു ഉത്തരവാദിത്വവും ആ കാര്യത്തിൽ എന്തുകൊണ്ടാണ് കാണിക്കാതിരുന്നത്? ജനങ്ങളോട് തങ്ങളുടെ സ്വന്തം സംസ്ഥാനത്തോട് ഉത്തരവാദിത്തമുള്ള സർക്കാർ അല്ലെങ്കിൽ മന്ത്രി അത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണമായിരുന്നു. അതായത് മുഹമ്മദ് റിയാസ് ശ്രദ്ധിച്ചുവെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു എന്നാണ് സജിനി പറയുന്നത്. ഈക്വലി റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്. ഈക്വലി റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്. അതായത് റെസ്പോൺസിബിൾ തന്നെയാണ്.
നിതിൻ കൗതുകവും ഗഡ്കരിജി ആ രസകരവുമാണ്. ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കാണിച്ച ആ അന്തസ്സുണ്ടല്ലോ, അത് ആ ധൈര്യം തന്റെ ഇടം സംസ്ഥാന സർക്കാരും മന്ത്രിയും കൂടെ കാണിക്കണം. കൗതുകവും ഇത് രസകരവുമാണ്. എല്ലാ അപാകതകളും പരിഹരിച്ചുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോവുക തന്നെ ചെയ്യും. അതിൽ സംശയമൊന്നുമില്ല. ഇവിടെ അടിസ്ഥാന വികസനം ഉണ്ടാവണം. കൗതുകവും രസകരവുമാണ് ബഹുമാനിയായ ബിജെപിയുടെ പ്രതിനിധിയുടെ വാദമുണ്ട്. ഞാനിപ്പോ എല്ലാത്തരം വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇവരെന്താ ഇങ്ങനെ? ശ്രീ സജിനി, ജയ്ക്ക് മറുപടി പറയട്ടെ. എന്തായാലും ബിജെപി പ്രതിനിധിയുടെ വാദമുഖങ്ങൾ അങ്ങേയറ്റം കൗതുകവും രസകരവുമാണ് എന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല. അവരുടെ ആകെ ഒരു പ്രധാനപ്പെട്ട കൺസേൺ കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അദ്ദേഹം റീൽസ് ഇടുന്നു എന്നുള്ളതാണ്. അത് ദേശീയപാതയിൽ വന്ന് അദ്ദേഹം റീൽസ് ഇടുന്നത് യൂണിയൻ ഗവൺമെന്റിന്റെ പണം കൊണ്ട് പണിയുന്ന ഒരു റോട്ടിൽ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വന്ന് എന്തിന് റീൽസ് ഇടുന്നു എന്നുള്ളതാണ്. അതിനെക്കുറിച്ചാണ് ഈ ചർച്ചയുടെ വലിയൊരു ഭാഗം നമ്മൾ വിശദീകരിച്ചത്. പിന്നെ ഇനി അങ്ങനെ റീൽസ് ഇടുന്നതിൽ നിങ്ങൾക്ക് അസഹിഷ്ണുതയുണ്ടോ? ഉണ്ടെങ്കിൽ വേറൊരു മാർഗവുമില്ല. ആ അസഹിഷ്ണുത 4 മടക്കി BJP ആഫീസിൽ വെക്കുക എന്ന് വൃത്തിയുള്ളൂ. കാരണം ഞങ്ങൾ നടപ്പിലാക്കിയ പൂർത്തീകരിച്ച പദ്ധതികളുടെ ഇടതുപക്ഷ ഗവൺമെന്റ് പൂർത്തീകരിച്ച പദ്ധതികളുടെ റീൽസ് ഇടാനാണെങ്കിൽ ദേശീയപാത അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രം സഞ്ചരിച്ചാൽ പോരാ. 100-ലധികം വരുന്ന പാലങ്ങൾ, 5 വർഷക്കാലം കൊണ്ട് 100-ലധികം വരുന്ന പാലങ്ങൾ, 26,000 കിലോമീറ്ററോളം വരുന്ന കേരളത്തിന്റെ PWD റോഡിൽ 17,000 കിലോമീറ്ററിലധികം വരുന്ന റോഡ് BMTC ഉന്നത നിലവാരത്തിൽ ടാർ ചെയ്ത് പൂർത്തീകരിച്ചത്. മേൽപ്പാലങ്ങൾ ഇല്ലാത്ത സംസ്ഥാനമായിട്ട് കേരളം ഉടനടി മാറാൻ വേണ്ടി പോവുകയാണ്. അതല്ല, റെയിൽവേ ക്രോസിംഗുകൾ ഇല്ലാത്ത മേൽപ്പാലങ്ങളാൽ സമൃദ്ധമായ സംസ്ഥാനമായിട്ട് കേരളം ഉടനടി മാറാൻ വേണ്ടി പോവുകയാണ്. യൂണിയൻ ഗവൺമെന്റിന്റെ ഒരു അണാപൈസ പോലും സ്വീകരിക്കാതെ കേരളത്തിന്റെ മാത്രം തനത് ഫണ്ട് കൊണ്ട് പണിത 100-ലധികം വരുന്ന പാലങ്ങൾ, 17,000-ലധികം വരുന്ന PWD റോഡുകൾ, BMTC നിലവാരത്തിൽ ടാർ ചെയ്തത്, റെയിൽവേ ക്രോസിംഗുകൾ ഇല്ലാത്ത സംസ്ഥാനമായിട്ട് കേരളം മാറുന്നത്, ഇതടക്കം സംസ്ഥാന പൊതുമരാമത്തിന്റെ വകുപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലവും അഭിമാനകരവുമായ പ്രവർത്തനങ്ങൾക്കാണ് കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പും അതിന്റെ നേതൃപദവി അലങ്കരിക്കുന്ന മുഹമ്മദ് റിയാസും നേതൃത്വം നൽകിയിട്ടുള്ളത്. റീൽസ് എടുക്കാനാണെങ്കിൽ, ദൃശ്യങ്ങൾ പകർത്തിയിടാനാണെങ്കിൽ ഒരു 5 വർഷം തികയാതെ വരും. അത്ര കണ്ട പ്രവർത്തനങ്ങൾ വിജയകരമാക്കി പൂർത്തീകരിച്ച് കേരളത്തിന് സമർപ്പിച്ചിട്ടുണ്ട് കേരളത്തിലെ സർക്കാർ പൊതുമരാമത്ത് വകുപ്പ് അതിന്റെ നേതൃപദവി അലങ്കരിക്കുന്ന മന്ത്രി സഖാവ് മുഹമ്മദ് റിയാസ്. പിന്നെ അദ്ദേഹം പറയുന്നു സംസ്ഥാനത്തൂടെ കടന്നു പോകുന്നു എന്നതുകൊണ്ട് സംസ്ഥാനത്തിന് ഉത്തരവാദിത്വമില്ലേ? DPR അല്ല, ഞാൻ അങ്ങയുടെ ചോദ്യങ്ങൾക്ക് മാത്രം മറുപടി പറയുന്നുള്ളൂ. DPR മാറ്റിയത് ദുരൂഹമല്ലേ? ഇതേ സംശയമാണ്, ഇതേ യുക്തിസഹമല്ലാത്ത സംശയം അല്പ ദിവസങ്ങൾക്ക് പുറകിൽ തൃശൂർ MP, ക്യാബിനറ്റ് പദവി യൂണിയൻ മന്ത്രിസഭയിലെ അംഗം, അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. DPR തീരുമാനിക്കുന്നത് ആരാണ്? DPR തിരഞ്ഞെടുക്കുന്നത് ആരാണ്? DPR നടത്തുന്നത് ആരാണ്? DPR നിർവഹിക്കുന്നതിലും തെരഞ്ഞെടുക്കുന്നതിലും ഫൈനൽ ഡിസിഷൻ എടുക്കുന്നതിലും ഏതെങ്കിലും ഒന്നിൽ സംസ്ഥാനത്തെ ആർക്കെങ്കിലും പങ്കുണ്ടോ? ഇല്ല എന്നുള്ളത് പച്ച പരമാർത്ഥമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയല്ലേ. ഈ DPR തെരഞ്ഞെടുത്ത് ആ കമ്പനികളെ ഏൽപ്പിക്കുന്നതടക്കമുള്ള സമ്പൂർണ്ണ ഉത്തരവാദിത്വം യൂണിയൻ ഗവൺമെന്റിന്റെ കീഴിലാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോ മുസ്ലിം ലീഗിന്റെ നേതാവ് പരാതി കൊടുക്കുന്നത് ആർക്കാണ്? സംസ്ഥാന മുഖ്യമന്ത്രിക്കല്ലല്ലോ പരാതി കൊടുക്കുന്നത്. കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് പരാതി കൊടുക്കുന്നത് ആർക്കാണ്? സംസ്ഥാനത്തിന്റെ നേതാക്കന്മാർക്കല്ലല്ലോ, അല്ലെങ്കിൽ മന്ത്രിമാർക്കല്ലല്ലോ പരാതി കൊടുക്കുന്നത്. അതൊക്കെ കൊടുക്കുന്നത് യൂണിയൻ മന്ത്രിസഭയ്ക്കല്ലേ. അപ്പോൾ നിങ്ങൾ ആ കാര്യത്തിൽ നിർവഹിച്ചിട്ടുള്ള മാപ്പർഹിക്കാത്ത തെറ്റ്, അഴിമതിയുടെ സ്വഭാവമുള്ള ക്രൂരത, അത് കേരളത്തിന് നേർക്ക് നടപ്പിലാക്കപ്പെട്ടു. മറ്റു പല ഇന്ത്യ സംസ്ഥാനങ്ങളിലും നടപ്പിൽ വരുത്തിയിട്ടുണ്ട് ഈ ക്രൂരതയും ഈ അഴിമതിയും ഒക്കെ. പക്ഷെ കേരളത്തിലായതുകൊണ്ട് മാധ്യമ സാന്ദ്രത അല്പം കൂടുതലുള്ളതുകൊണ്ട് അത് വലിയ ചർച്ചാ വിഷയമായി. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത അല്പ ദിവസങ്ങൾക്ക് പുറകിൽ ഉദ്ഘാടനം ചെയ്ത റെയിൽവേ ട്രാക്കും സ്റ്റേഷനും അടക്കം സമ്പൂർണ്ണമായി തകർന്ന് തരിപ്പണമാണെന്ന് നമ്മൾ കണ്ടതല്ലേ. എന്തായിരുന്നു ആ കാര്യത്തിൽ ആർക്കാണ് ഉത്തരവാദിത്വം? അപ്പോൾ ആർക്കാണ് അക്കാര്യത്തിൽ അഭിപ്രായം പറയാൻ സാധിക്കുക? ബീഹാറിൽ ഉൾപ്പെടെ നമ്മുടെ നാട്ടിൽ പല ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും യൂണിയൻ ഗവൺമെന്റിന്റെ വലിയ പങ്കാളിത്തമുള്ള എത്രയോ റോഡുകൾ, പാലങ്ങൾ ഒഴുകി ഒലിച്ചു പോകുന്നതിന് നമ്മുടെ നാട് അല്പ ദിവസങ്ങൾക്ക്, മാസങ്ങൾക്ക് ഇടയിൽ സാക്ഷ്യം വഹിച്ചു. ആർക്കാണ് ഉത്തരവാദിത്തം? ആരുടെ രാജിയാണ് ആവശ്യപ്പെടേണ്ടത്? അപ്പോൾ ഈ ചർച്ചയിലേക്ക് പോയാൽ BJPയുടെ കേരളത്തിലെ, ഇന്ത്യയിലെ ഒരു നേതാവിനും മാന്യമായി ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ കഴിയില്ല. അതാണ് ഇന്ത്യൻ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട്